നിങ്ങൾക്ക് ഖുർആൻ കത്തിക്കാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടോ? ഞാൻ തരാം, ഖുർആൻ തരാം. കത്തിക്കാൻ പറ്റുമോ? ഞാൻ മനുസ്മൃതി തരട്ടെ, നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യം ഉണ്ടോ? പറ്റുമോ? മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരിവിടെ ഉണ്ട്? എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇട്ട് കത്തിച്ച് കാണിച്ചു തരാം. ഖുർആൻ കത്തിക്കാൻ എനിക്ക് ധൈര്യമില്ല, ഉള്ള കാര്യം പറയാലോ. സിയാറിന് ധൈര്യമുണ്ടോ ഖുർആൻ കത്തിക്കാൻ? ഇല്ല. ഖുർആൻ കത്തിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒരാള്. യെസ്. എന്താണ് ഈ 2 3? ഓക്കെ, യെസ്. ഒന്ന് കത്തിക്കണം കേട്ടോ. കത്തിച്ച് കഴിഞ്ഞിട്ടൊന്ന് പറയാൻ വേണം. ഒരു വല്ലാത്ത വെല്ലുവിളിയായി പോലെടാ ഇച്ചി ഭയങ്കര കേട്ടോ. ഞാൻ കഴിഞ്ഞു, മനുസ്മൃതിയായിട്ട് മാറ്റി വെക്ക്. നീ ബൈബിൾ എടുത്ത് കത്തിക്കൂ, അല്ലെങ്കിൽ ഭഗവത്ഗീത, ഗീത, രാമായണം, മഹാഭാരതം, ഈ സാധനങ്ങളൊക്കെ നീ എടുത്ത് കത്തിക്കൂ. അല്ല, നീ ചിലപ്പം കത്തിച്ചെന്ന് വരും കേട്ടോ. പറയാൻ കാരണം, നീ അത് കത്തിച്ചതുകൊണ്ട് ഈ പറഞ്ഞ നിൻ്റെ സംഘി സമൂഹത്തിന് വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പിന് അവരുടെ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഗീത കത്തിച്ചാലെന്ത്, രാമായണം കത്തിച്ചാലെന്ത്, എന്ത് കത്തിച്ചാലെന്ത്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ ഒരു റെസ്പെക്റ്റോടെ കാണുന്ന ഒരു ഖുർആൻ കത്തിക്കുമ്പം ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു ദേഷ്യവും ഒക്കെ വരും. അതങ്ങനെയാണ്. അത് നല്ലത് പഠിച്ചതിൻ്റെ ഗുണമാണ്. ഇനിയിപ്പോൾ ഈ ഖുർആൻ എന്നല്ല, ഇനിയിപ്പം നമ്മൾ പഠിക്കുന്ന ഏത് ബുക്കും, നമുക്ക് ഈ അക്ഷരവിദ്യാഭ്യാസം തരുന്ന, അല്ലെങ്കിൽ ബോധം വെച്ച് തരുന്ന ഏത് ബുക്ക് ഉണ്ടെങ്കിലും അത് കത്തിക്കരുത്. അത് കത്തിക്കുന്നത് പാപം തന്നെയാണ്. അത് ഖുർആൻ ആയിക്കോട്ടെ, ഗീത ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മനുസ്മൃതി ആയിക്കോട്ടെ, അതൊക്കെ അതങ്ങനെയാണ്. അതറിയാത്ത എന്തുകൊണ്ടാണ് ആരിഫെ? ഒരു ബേസിക് ഇതുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും ഏറ്റവും താഴത്ത്, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പല എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാകുന്ന നെല്ലിപ്പലകളും താഴത്തുനിന്ന് തുടങ്ങേണ്ട ചില ബുദ്ധിയും വിവരവും വിവേകമൊക്കെ ഉണ്ട്, വകതിരിവൊക്കെ ഉണ്ട്. അതുള്ളവർക്ക് ഇത് കത്തിക്കാനും തോന്നൂല. അതല്ലാത്തവർ ഇങ്ങനെ വന്നിട്ട് വെല്ലുവിളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫോളോ ചെയ്യുന്ന, ഇനിയിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇപ്പം അടുത്ത് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചൊല്ലാട്ടോ, ഞാൻ കുറേ സ്ഥലത്ത് കണ്ട്. അതായത് പോത്തിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കാം, എന്നാലും സംഘിനെ നടക്കൂലെന്നാ. അതാണ് എൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ.